കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന പ്രിയമോളുടെ ചടങ്ങാണ്. പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോലെ ചടങ്ങ് നടക്കുവാണ്. അപ്പൊ ആ സമയത്ത് ഭദ്രൻ ചില കളികളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കണ്ടു വരുണ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. താൻ ഗോവിന്ദനെ കൊല്ലൂന്ന് ഭീഷണിപ്പെടുത്തി ഏജിയൻ ഗ്രൂപ്പിന്റെ ചെയർമാനാവെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ വീഡിയോസ് ഒക്കെ ഗീതുവിന്റെ കയ്യിലുണ്ട്. അതൊരു പക്ഷെ ഗോവിന്ദനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിലൊരു തീരുമാനമോ. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ രേഖേനെ കയ്യിലെടുക്കാന്നൊക്കെ ഓർത്ത് വന്നു. പക്ഷെ നടന്നില്ല. രേഖയുടെ അടുത്ത് വന്ന് സംസാരിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ രേഖ എന്ത് ചെയ്യുക, തിരിഞ്ഞു കിടക്കുകയോ ചെയ്തേ. ഈ സമയം വരുണിന് ഒരു കാര്യം മനസ്സിലായി. ഇനി ഇവൾ തന്റെ അടുത്ത് അടുക്കുമെന്ന് തോന്നുന്നില്ല. ഇവൾക്ക് തന്നോട് ഇപ്പോഴും ദേഷ്യം തീർന്നിട്ടില്ല. അല്ലെങ്കിൽ താൻ കാണിച്ചു കൂട്ടിയേക്കുന്ന അത്ര ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇവളെ കയ്യിലെടുക്കാൻ ഇച്ചിരി റിസ്ക് ആയിട്ടുള്ള കാര്യം. ഈ സമയം തിരിഞ്ഞു കിടന്ന രേഖ മനസ്സിൽ പറയാം, എനിക്കറിയാൻ വരുന്നേട്ടാ നിങ്ങളുടെ മനസ്സിലെ ഊടായ്പ എന്താന്ന്. എനിക്ക് നിങ്ങളെ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. എനിക്ക് നല്ലവണ്ണം വിശ്വാസമാതെ ഒരിക്കലും നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ കഴിയില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് രേഖ കിടന്നുറങ്ങുവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അന്നാണ് പ്രിയനെ കൂട്ടിക്കൊണ്ടുപോയ ചടങ്ങ് നടക്കണേ. ഈ സമയത്ത് രാധികാമ്മയോട് പോയി ഗോവിന്ദ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പോകുന്നതിനെ കുറിച്ചും വരുന്നതിനെ കുറിച്ചും എല്ലാം സംസാരിക്കുക. ഈ സമയത്തും ഗീതുവിന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. പിന്നീട് ഗീതുവിന്റെ അരിയിലേക്ക് എന്നിട്ട് ഗോവിന്ദ, നീ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഒന്നിനും ഒരു ഊർജ്ജസ്വലത ഇല്ലാതെ പോലെ. അല്ല ഗോവിന്ദണ്ട് അറിയാലോ എന്റെ കാര്യം. എനിക്ക് അമ്മേനെ കുറിച്ച് മാത്രം എന്റെ ചിന്ത. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ മനസ്സ് ഡള്ളായിട്ട്, നിന്റെ മുഖം ഡള്ളായിട്ടിരിക്കുന്ന കണ്ട പ്രിയയ്ക്കും വിനോദിനും ഒക്കെ സംശയം തോന്നും. ഇപ്പോഴാരും അറിയണ്ടെന്നല്ല നിന്റെ അമ്മ പറഞ്ഞേ. അതുകൊണ്ട് ഇപ്പൊ നീ ഇതൊന്നും ആരോടും പറയാൻ പോണ്ട. നീ സന്തോഷമായിട്ടിരിക്കുക. ഒന്നും സംഭവിക്കാൻ പോയില്ല. പ്രിയമോളെ കൂട്ടിക്കൊണ്ട് വന്ന ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മേനെ എത്രയും പെട്ടെന്ന് സർജറിക്ക് കയറ്റാം. ഒരു കുഴപ്പമില്ലെന്നേ, ഞാനല്ലേ വാക്ക് തരുന്നേ. ഒന്നുമല്ലാതെ നിന്റെ ഗോവിന്ദൻ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറയാണ്. ആ ഒരു വാക്ക് കേട്ടതും ഗീതിന് ഭയങ്കര സന്തോഷമായി. കാരണം ആശ്വസിപ്പിക്കാനായിട്ട് ഒരാൾ കൂടെ ഉണ്ടല്ലോ. ഇത്രയും വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ ഗോവിന്ദേട്ടൻ വന്നല്ലോ എന്നൊരു ചിന്തയും ഗീതുവിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പ്രിയമോളെ എല്ലാവരും കൂടെ കൂടി ഒരുക്കുവാണ്. അങ്ങനെ ഒരുക്കാനായിട്ട് അങ്ങോട്ട് വരുന്ന സമയത്താണ് ആഭരണപ്പെട്ടി തുറക്കുന്നത്. ആഭരണപ്പെട്ടി തുറക്കുമ്പോൾ അതിനകത്തൊരു മാല കാണാനില്ല. ഇതിനകത്തൊരു മാല കുറവുണ്ടല്ലോ വിനോദ് എന്ന് പറയണം. നീ ശരിക്കും നോക്കിയേ അതിനകത്തുണ്ടോന്ന്. ഇല്ല, ഇതിനകത്തില്ലാന്ന് പറയാം. ആഹാ, ഇത് ആരെടുത്തോണ്ട് പോയി? ഇന്നലെ വൈകുന്നേരമാണല്ലോ ലോക്കറിൽ നിന്ന് സ്വർണ്ണം എടുത്തേ. പെട്ടെന്ന് ആരിത് എടുത്തോണ്ട് പോന്നെ? ഈ സമയം വിലാസിനെയും ഭദ്രനും അവിടെ ഉണ്ടായിരുന്നു. വിലാസിനോട് ചോദിച്ചു, അല്ലമ്മേ സത്യം പറമ്മേ, അമ്മയാണോ ഇതിനകത്തുനിന്നൊരു മാല മോഷ്ടിച്ചെന്ന് ചോദിക്കുക. ഞാനിതിനാണ് എടുക്കണേ. അതെ, അമ്മയ്ക്ക് ഇടാനെങ്ങാനും ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ഈ സമയം ഭദ്രൻ പറഞ്ഞു, ദേ വിലാസിനെ നീ എടുത്തിട്ടുണ്ട്, അതും കൂടെ കൊടുക്കുക കേട്ടോ. നിനക്ക് വേണേ വല്ല മുത്തുമാല പറഞ്ഞാൽ ഞാൻ വാങ്ങി തരാന്ന് പറയണം. ദേ ഭദ്രേട്ടാ, എന്റെ വായിന്നൊന്നും കേൾക്കരുത് കേട്ടോ എന്ന് പറയാ. ഈ സമയം വിലാസിനെ ചോദിച്ചു, അല്ല ഭദ്രേട്ട മുമ്പ് ഈ മുറി കയറിയായിരുന്നു ചോദിക്കുക. ഞാനിതിനെ മുറി കയറുന്നേ. ഈ സമയത്ത് വിലാസിനേക്ക് നല്ല സംശയമായി. ഇത് ഭദ്രേട്ടൻ തന്നെ അടിച്ചു മാറ്റിയതായിരിക്കും. അങ്ങനെ ഇത് വിട്ടിട്ട് കാര്യമില്ല. കാരണം കയ്യോടെ പിടികൂടണം. ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ തട്ടിയെടുത്ത് ജീവിക്കാനായിട്ട് ഇനി താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനുവദിക്കില്ല. പിന്നീട് ഭദ്രനെ വിളിച്ചുകൊണ്ട് വിലാസിനെ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് പറഞ്ഞു, സത്യം പറ ഭദ്രേട്ടാ, ഭദ്രേട്ടൻ അത് എടുത്തില്ലെന്ന് ചോദിക്കണം. ദേ വിലാസിനെ, നീ വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയാണ്. ഈ സമയത്ത് വിലാസ് വന്നാൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ എല്ലാം അരിച്ചു വെറുക്കണ സമയത്ത് ഭദ്രൻ പറഞ്ഞു, അത് വിലാസിനി, നിനക്കിത് എന്തിന്റെ കേടാത്? അവൾക്ക് ആവശ്യത്തിന് മിച്ച സ്വർണ്ണമുണ്ട്. പിന്നെ എന്തിനാ? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അത് പ്രിയയുടെ വീട്ടുകാർ കൊടുത്ത സ്വർണ്ണ. അത് നിങ്ങൾക്കെടുത്ത് ദൂരത്തടിക്കാനുള്ളതല്ല, നിങ്ങൾക്ക് കള്ളു കുടിക്കാനുള്ള സാധനം അല്ലത്. പറഞ്ഞു കേട്ടല്ലോ. എടുത്തിട്ടാണ് മര്യാദയ്ക്ക് കൊടുക്ക്, അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ വിനോദിനോട് പറയൂന്ന് പറയാം. ഇത് കേട്ടും ഭദ്രൻ പറഞ്ഞു, വിലാസിനി പ്ലീസ് ഉപദ്രവിക്കരുതെന്ന് പറയണ്ട. അതെ, നിനക്ക് കുറച്ച് പൈസ ഞാൻ തരാം. എനിക്ക് ഒരു പൈസ പോലും വേണ്ട. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നിനക്കത് എന്ത് പറ്റി വിലാസിനി? മുമ്പായിരുന്നു നീ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. പെട്ടെന്ന് നിനക്ക് എന്താ ഒരു മനമാറ്റം? ഞാൻ പറഞ്ഞല്ലോ, കിട്ടുന്നല്ലോ ഓരോ ഓഹരി. അന്ന് നിനക്ക് പകുതി തരാന്ന് പറയാം. പകുതിയും വേണ്ട, മുഴുവനും വേണ്ട, മര്യാദയ്ക്ക് അവിടെ കൊടുത്താൽ മതി. അല്ല ഇപ്പൊ ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയാം. അവസാനം ഭദ്രൻ എന്ത് ചെയ്യുക, ഇന്നാ കൊണ്ടുപോയി കൊടുക്കാനും പറഞ്ഞിട്ട് വിലാസിനെ കൊടുക്കുകയാണ്. വിലാസിനെ അതുമായിട്ട് അങ്ങോട്ട് ചെല്ലുക. അതേ മോളെ, അത് അവിടെ കിടപ്പുണ്ടായിരുന്നു, നിലത്ത് കിടന്ന് കിട്ടിയെന്ന് പറയാം. അത് ചിലപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ അതങ്ങനെ താഴെ വീണതായിരിക്കും എന്ന് വിനോദം പറയുന്നുണ്ട്. അങ്ങനെ പ്രിയാനെ ഒരുക്കുവാണ്. ഈ സമയത്തൊക്കെ വിലാസിന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. വിലാസിന്റെ ഈ മനമാറ്റം കണ്ടപ്പോൾ പ്രിയ ചോദിക്കുകയും ചെയ്തു, അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ എന്താ വല്ലാതെ ദുഃഖിച്ചിരിക്കുന്ന? മുഖത്ത് വല്ല സന്തോഷമൊന്നുമില്ല. സാധാരണഗതിയിൽ ഒരു ചടങ്ങ് വരുന്ന സമയത്ത് അമ്മ ഇവിടെ ഭയങ്കരമായിട്ട് ഒരുങ്ങിയൊക്കെ നടക്കണ്ടാണല്ലോ. ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അല്ല മോള് പോകുന്നതിന്റെ ഒരു വിഷമമുണ്ട്. എന്തിനാ അമ്മ വിഷമിക്കണേ? ഞാൻ പോയിട്ട് പ്രസവം കഴിഞ്ഞ് ഇങ്ങോട്ട് വരത്തില്ലേ? എന്നാലും മോളെ കാണാതിരിക്കണമെന്ന് ഓർക്കുമ്പോ ഒരു വല്ലാത്ത സങ്കടം.
അതിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മയ്ക്ക് എന്നെ എപ്പോൾ കാണണമെന്ന് പറഞ്ഞാലും അങ്ങോട്ട് വന്നാൽ മതി. അമ്മയ്ക്ക് എന്നെ കാണാലോ, പിന്നെ എന്തിനാ അമ്മ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുക. ഈ സമയത്ത് ഭദ്രൻ എന്നോട് വന്നേ. ഭദ്രൻ അങ്ങോട്ട് ദഹിച്ചില്ല. വിലാസിനെ കണ്ടപ്പോൾ നല്ല ദേഷ്യം വരുവാണ്. ഇവൾ ഒറ്റ എടുത്ത് കാരണോ, അല്ലെങ്കിലാണെങ്കിലോ തനിക്ക് കുറച്ച് ദിവസത്തേക്ക് അടിച്ചു പൊളിക്കാനുള്ള പൈസ കിട്ടിയതായിരുന്നു. എങ്ങനെയെങ്കിലും ആ സ്വർണം കൂടെ വിറ്റോ പണയം വെച്ചോ താനത് പൈസ ആക്കിയാണ്. അപ്പൊ ഇവള് വന്ന് അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇവൾക്കൊട്ടൊരു പണി കൊടുക്കണം. ഇവളിങ്ങനെ വിട്ടാൽ ഇവളെ ശരിയാവത്തില്ല. ഭദ്രൻ വന്നിങ്ങനെ നോക്കി നിൽക്കുവാണ്. ഈ സമയം വിലാസിനെ ചോദിച്ചു, എന്താ എന്താ ഭദ്രേട്ട നോക്കണേ നിൽക്കേ? ഒന്നുമില്ല. അല്ല, കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. അതെ, പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. അതെ, നാളെ ഇനിയിപ്പം നാളെയല്ല, സോറി, ഇന്ന് ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിന് പൈസ മുടക്കണത് നമ്മളായിരിക്കണം. നമ്മളോ എന്ന് പറഞ്ഞാൽ വിനോദായിരിക്കണം. പ്രിയമോളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങിനുള്ള പൈസ മുടക്കണ വിനോദ. ഈ വീട്ടിൽ വെച്ച് നടക്കുന്ന ചടങ്ങിന് വിനോദ് പൈസ മുടക്കണം. അതുപോലെ തന്നെ ഇനിയിപ്പോ കുറച്ചാൾ കഴിയുമ്പം ഗീതനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വേണം. അവളെ പ്രസവത്തിനെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് അത് ഗോവിന്ദ് നോക്കിക്കോളൂ എന്ന് പറയണം. ഇത് കേട്ടൻ ഭദ്രൻ പറഞ്ഞു, നീ എന്തിനാ വിലാസിന് ഇപ്പൊ ഇതൊക്കെ പറയണെന്ന് ചോദിക്കുക. അല്ല ഭദ്രേട്ടാ, ഞാനെല്ലാം പറഞ്ഞോളൂ. മനുഷ്യന്റെ കാര്യല്ലേ, എപ്പോഴേത് സമയത്താ എന്ത് സംഭവിക്കാൻ പോകണമെന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയാം. ഇവൾക്ക് തലയ്ക്ക് ഭ്രാന്തായെന്ന് തോന്നേ. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൾക്ക് എന്തോ വല്ലാത്തൊരു മാറ്റമുണ്ട്. എന്തോ തരികിട പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നേ. എന്താണെങ്കിലും എന്നോടും കൂടെ തുറന്നു പറ. എന്തെങ്കിലും പൈസ കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ നിന്റെ കൂടെ ഞാനും കൂടാന്ന് പറയാ, അഭിനയിക്കാനായിട്ട്. അതെ ഭദ്രേട്ടാ, പൈസ കിട്ടുന്ന ഏർപ്പാടാ. പക്ഷെ ഭദ്രേനെ കൊണ്ട് അത് പറ്റില്ല എന്ന് പറയണം. അതെന്താ എന്നെ കൊണ്ട് പറ്റില്ലാത്തെ? അതെ, ഭദ്രൻ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയാത്തില്ല എന്ന് പറയാം. ഇത് മതിന്റെ വിലാസിനെ അങ്ങോട്ട് പോവാ. പിന്നീട് രാധികാമേ എല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഗീതും ഗോവിന്ദും കാഞ്ചര എല്ലാരും കൂടെ ചടങ്ങിന് പ്രിയാനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗീതു നേരെ മുകളിലേക്ക് ചെല്ലുവാണ്. മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം പ്രിയയുടെ അടുത്ത് വിലാസിനെ ഉണ്ടായിരുന്നു. വിലാസിനെ കണ്ടതും ഗീതുവിന്റെ കണ്ണ് പെട്ടെന്ന് അറിഞ്ഞു വന്നു. ഇത് കണ്ടതും വിലാസിനെ പെട്ടെന്ന് ഗീതുവിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. എന്താ മോളെ, എന്താ കാര്യം ചോദിക്കുക. നിന്റെ കണ്ണെന്താന്ന് അറിഞ്ഞു വരുന്നത്? അല്ലമ്മ, ഞാൻ ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവാ. ആ സമയത്ത് വെറുതെ കരഞ്ഞു കൊളവാക്കി എല്ലാരും നീ അറിയിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, പറഞ്ഞു കേട്ടല്ലോ അമ്മ. എന്നാലും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റത്തില്ല. എന്ത് സങ്കടം? ഞാനിവിടെ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ. പ്രിയമോടെ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനേ. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ കുഞ്ഞു വരും. ആ കുഞ്ഞിനെ കൂടെ കണ്ടിട്ടോ ഞാൻ മരിക്കുള്ളൂ. നീ ധൈര്യമായിട്ടിരിക്കുക, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാ. പിന്നീട് പറഞ്ഞ് കണ്ണു തുടച്ച് ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി കഴിയുമ്പോൾ രാധികാമ്മ അങ്ങോട്ട് പ്രിയയുടെ അടുത്തേക്ക് കയറുവനെ. പ്രിയനെ കണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് സ്വർണ്ണമൊക്കെ ഒന്ന് പിടിച്ച് നേരെയൊക്കെ ഇടുന്നുണ്ട്. ഇപ്പൊ എന്റെ മോളെ കണ്ട ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറയാ. കാഞ്ചന പറഞ്ഞു, പ്രിയമോളുടെ മുഖത്തെ ആ ലക്ഷണമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നേ ഒരു ആൺകുഞ്ഞാന്നാ തോന്നേ. ഇത് കേട്ടപ്പം രേഖ പറഞ്ഞു, ആണാണെങ്കിൽ എന്താ പെണ്ണാണെങ്കിൽ എന്നാലും ഒരു ആപത്തും കൂടാതെ കുഞ്ഞിനെ തന്നാൽ മാത്രം മതിയായിരുന്നു. നീ എന്തിനാ കാഞ്ചന ഇങ്ങനെയൊക്കെ പറയണെന്ന് പറഞ്ഞ് കാഞ്ചനേനെ ചീത്ത പറയാണ് രേഖ. അല്ല, ഞാനോ ഇങ്ങനെ പറഞ്ഞതോളൂ, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭയങ്കര അനുഭവമാണല്ലോ ഉള്ളതെന്ന് പറഞ്ഞ് രേഖ കാഞ്ചനേനെ ചീത്ത പറയുന്നുണ്ട്. ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാണ്. ഈ സമയത്ത് ഗോവിന്ദൻ അങ്ങോട്ട് കയറി വരുന്നത്. ഗോവിന്ദനെ കണ്ടു കഴിഞ്ഞപ്പം വല്ലാത്തൊരു സങ്കടം വിലാസിനിക്കുണ്ട്. കാരണം തന്റെ ജീവൻ രക്ഷിച്ച ആളാണ്. ഇത്രയും ജീവൻ രക്ഷിച്ചതെന്ന് പറഞ്ഞാൽ താൻ അത്രയും വലിയ ശത്രുത കാണിച്ചിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും തനിക്ക് വേണ്ടിയിട്ട് പണം മുടക്കിക്കൊണ്ടിരിക്കണം. അതൊക്കെ ഓർത്തപ്പോൾ അറിയാതെ പോലും കണ്ണിറഞ്ഞു വന്നു. ഭദ്രന് എത്രമാത്രം തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ആ മനുഷ്യൻ പാവം തന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ടായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നേ. ശത്രുക്കളെ പോലും സ്നേഹിച്ച് കൂടെ നിർത്താൻ അറിയാവുന്ന ഒരാള്. പിന്നീട് അങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാഞ്ചന പറഞ്ഞു, അതെ ഇനി അടുത്ത തന്നെ ഒരു കൂട്ടിക്കൊണ്ടുപോക്കൽ ചടങ്ങുകൾ കാണുമെന്ന് പറയാം. അതെന്താ കാഞ്ചന അങ്ങനെ പറഞ്ഞു? അല്ല, ഗീതുപ്പാപ്പനെ ഡെലിവറി ഇനി ഉടനെ ഉണ്ടാവുമല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടത് ഗീതയുടെ ഞെട്ടലുണ്ടായി. കാരണം കാഞ്ചനയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന താൻ വലിയ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യമാണ്. അങ്ങനെയാണല്ലോ രാധികാമ്മയുടെ വിചാരം. പക്ഷെ രേഖയ്ക്കൊക്കെയല്ലേ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തുള്ളൂ. ഈ സമയം വിലാസിന് പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷേങ്കിലേ ഭദ്രനായിട്ടാ പറഞ്ഞേ. അതെ, പ്രിയയുടെ പ്രസവത്തിന്റെ ചെലവ് വിനോദ് വഹിക്കുന്ന പോലെ അവളുടെ ഗീതുവിന്റെ പ്രസവത്തിന്റെ ചെലവൊക്കെ വഹിക്കുന്ന ഗോവിന്ദനായിരിക്കും. അത് തന്നെ അതിന്റെ ശരി. അങ്ങനെ തന്നെ ആവണമെന്ന് പറയാണ്. കാരണം ഭദ്രനാണെങ്കിൽ വല്ലാത്തൊരിതുണ്ടായിരുന്നു. കാരണം ഗോവിന്ദിന് ഇഷ്ടം പോലെ പൈസ ഉള്ളതല്ലേ. അപ്പൊ പ്രിയമോളുടെ ചെലവും കൂടെ ഗോവിന്ദ് വഹിക്കിട്ടെ അങ്ങനെ ചിന്തയായിരുന്നു. പക്ഷെ വിലാസിനെ ഞാൻ സമ്മതിച്ചില്ല. വിലാസിനെ പറഞ്ഞ് നമ്മൾ എപ്പോഴും ഇനിയിപ്പോ നേരായ വഴിക്ക് തന്നെ പോകണം, അല്ലാതെ കുറുക്ക് വഴി കൂടെ പോകേണ്ട ആവശ്യമില്ല. ഇത് പുറത്തു നിന്ന് ഇത് ഗോവിന്ദ് കേൾക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദിന് മനസ്സിലായി. കാരണം അമ്മയ്ക്ക് ഇപ്പം ഓരോ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം ഒന്ന് തന്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, അതുകൂട്ട് കുറച്ചെടുത്ത് ചെലവാക്കട്ടെ എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. വിനോദിന്റെ ഭാര്യ തന്റെ പെങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ പ്രസവത്തിന് പോയി കഴിയുമ്പോൾ അവനെ കൊണ്ട് തന്നെ പൈസ മുടപ്പിക്കണം. അങ്ങനെ ഒരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്.
പക്ഷേങ്കിൽ ഈ സമയത്ത് അവൾ അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടാകുന്നേ. മുമ്പ് ഉണ്ടാകുമായിരുന്നെങ്കിൽ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. വിധി അങ്ങനെ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പൊ അവരുടെ മനസ്സിന് ഇങ്ങനെയൊക്കെ ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എന്നാലും എത്ര ശത്രുക്കളായപ്പോഴും അങ്ങനെ അസുഖം വന്നിയുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഓർത്തിട്ട് ഗോവിന്ദൻ വിഷമിച്ച് നിൽക്കുന്നുണ്ട് പുറത്ത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. പ്രിയമോളുടെ ചടങ്ങും പിന്നെ ആ പ്രിയമോളുടെ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇനി എന്തേലും വിലാസിനേക്ക് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അതെന്തായാലും തീരുമെന്നറിയില്ല. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.